നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. UDF-ൽ ഉഭയകക്ഷി ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ P. ജോസഫ് MLA. യഥാർത്ഥ കേരള കോൺഗ്രസ് ഒന്ന് മാത്രമാണെന്നും അത് ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത കേരളത്തിനൊപ്പം വികസിത മൂന്നാർ എന്നതും BJPയുടെ ലക്ഷ്യമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ ആരംഭിക്കുന്ന നിർദ്ദിഷ്ട പാറമടയ്ക്കെതിരെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ കഞ്ഞിക്കുഴിക്ക് സമീപം തള്ളക്കാനത്താണ് തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ച കാർ കത്തിനശിച്ചത്. വിനോദസഞ്ചാര ഭൂപടത്തിൽ ലോകശ്രദ്ധ നേടിയ വാഗമണിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും പാഴ് വാഗ്ദാനമായി തുടരുന്നു. പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഒരു ബസ് സ്റ്റാൻഡ് പോലും ഇല്ലാത്തത് പ്രദേശവാസികളെയും സഞ്ചാരികളെയും ഒരുപോലെ ദുരിതത്തിലാക്കുകയാണ്. വാർത്തകൾ വിശദമായി. UDF-ൽ ഉഭയകക്ഷി ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ P. ജോസഫ്. ഉഭയകക്ഷി ചർച്ചകളിൽ സീറ്റുകളിൽ വിട്ടുവീഴ്ച ഉണ്ടാകാം. ഇടുക്കി സീറ്റ് ഇതുവരെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല. 10 സീറ്റുകളും കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. ഇത്തവണ ജയമാണ് മുഖ്യം. യഥാർത്ഥ കേരള കോൺഗ്രസ് ഒന്ന് മാത്രമാണെന്നും അത് ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്ന കേരള കോൺഗ്രസ് ഒന്നേ ഉള്ളൂ. അത് കേരള കോൺഗ്രസ് തന്നെയാണ്, ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ്. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരമുണ്ട്, ചിഹ്നമുണ്ട്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തു. കോട്ടയത്ത് ആ മത്സരത്തിൽ ഫ്രാൻസിസ് ജോർജ് ജയിച്ചു, അതേ പരാജയപ്പെടുത്തിക്കൊണ്ട്. സ്വരൂപേണയാണ് പറയുന്നത് ഇവിടെ പ്രൊട്ടക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. UDF-ലൊരു അത് അവരല്ലോ തീരുമാനിച്ചത്. പ്രൊട്ടക്ഷൻ ഒരു കുഴപ്പമില്ല. സാർ, ഈ ഉഭയകക്ഷി ചർച്ചകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടു പോകുന്നത്? ജോസഫ് ഗ്രൂപ്പ് അത് എപ്പോഴും നേരത്തെ ചർച്ച നടത്തേണ്ടതായിരുന്നു. അവസാന നിമിഷത്തിൽ തീരുമാനമാകും. അത് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഒരു തടസ്സമില്ല. സീറ്റ് എക്സ്ചേഞ്ച് നമ്മൾ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചകൾക്ക് മ്യൂച്വലായിട്ട് ചർച്ച ചിലപ്പോൾ എക്സ്ചേഞ്ച് ചെയ്തേക്കാം. ഇടുക്കി സീറ്റ് ഉൾപ്പെടെ എങ്ങനെയാണ്? അല്ല, പിന്നെ ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് വഴിയുള്ള മത്സരത്തെ സീറ്റാണ്. ഇപ്പോൾ നമ്മുടെ അവകാശം അവിടെ നിൽക്കുന്നു. എന്നാൽ ചർച്ചകൾക്ക് ഒരു ഉപാധികളോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ഉണ്ടാവും. ആ ചില സീറ്റുകളുടെ കാര്യത്തിൽ അത് ചർച്ച ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഇടുക്കി സീറ്റ് ആവശ്യപ്പെട്ടിട്ട് വേണമെന്ന് പറഞ്ഞ DCC ഉൾപ്പെടെ KPCCക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്, മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. എൻ്റെ അടുത്ത് അവരാരും പറഞ്ഞിട്ടില്ല. വികസിത കേരളത്തിനൊപ്പം വികസിത മൂന്നാർ എന്നതും BJPയുടെ ലക്ഷ്യമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJPയുടെ വളർച്ചയുടെ കാലം കഴിഞ്ഞെന്നും BJP ഭരിക്കാൻ പോകുന്ന കാലമാണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇത്രത്തോളം സൗന്ദര്യമുള്ള മൂന്നാറിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏതുമില്ല. മൂന്നാറിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസിനും CPM-നും താല്പര്യമില്ല. ജനങ്ങളെ വിഭജിക്കുകയെന്ന രാഷ്ട്രീയമാണ് ഇരു പാർട്ടികൾക്കും ഉള്ളത്. കഴിഞ്ഞ 11 വർഷം യാതൊരു അഴിമതിയുമില്ലാതെ സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ചു വരുന്ന സർക്കാരാണ് മോദി സർക്കാർ എന്നും രാജീവ് ചന്ദ്രശേഖർ മൂന്നാറിൽ പറഞ്ഞു. നമ്മൾ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുമ്പോൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരിക്കണം വികസിത മൂന്നാർ. അതിനുവേണ്ടി ഈ ഇലക്ഷൻ മൂന്നാറിന്റെ ഭാവിക്ക് വേണ്ടി, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ ഇലക്ഷനിൽ BJP NDA ജയിക്കും എന്ന് നമ്മൾ ഇന്ന് തീരുമാനിക്കണം. ഇങ്ങനെ ഒരു സൗന്ദര്യമുള്ള ഒരു സ്ഥലം, പക്ഷേ അതിനുവേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടേ? മൂന്നാർ ടൗൺഷിപ്പിൽ ഇന്ന് ഒരൊറ്റ ടോയ്ലറ്റ് ഇല്ല. എന്നിട്ടാണോ ടൂറിസം വരാൻ പോകുന്നത്? ഈ നാടിൽ എത്രയോ സാധ്യതയുണ്ട്, അനന്ത സാധ്യതകളാണ്. പക്ഷേ ഈ രാഷ്ട്രീയം, കോൺഗ്രസിന്റെ രാഷ്ട്രീയം, CPM-ന്റെ രാഷ്ട്രീയം, ഈ സാധ്യതയെ കുറിച്ച് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ല, താല്പര്യമില്ല. സാധ്യത യാഥാർത്ഥ്യമാക്കണം എന്ന് അവർക്കൊരു ബോധം, അവർക്കൊരു ആവശ്യവുമില്ല. നരേന്ദ്രമോദിജി അവസരം
കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? കഴിഞ്ഞ 11 കൊല്ലം ഒരു അഴിമതിയുമില്ലാണ്ട് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എത്രയോ ക്ഷേമ പദ്ധതികളും എത്രയോ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി 25 കോടി പാവങ്ങളെ ദാരിദ്ര്യത്തിൽ പുറത്തു കൊണ്ടുവന്നു. ഇതാണ് നരേന്ദ്രമോദി ചെയ്തത്. ഇടവെട്ടി പഞ്ചായത്ത് 11-ാം വാർഡിൽ തെക്കുംഭാഗത്ത് ആരംഭിക്കുന്ന പാറമടയ്ക്കെതിരെ കല്ലാനിക്കൽ റെസിഡൻസ് അസോസിയേഷൻ, ഇടവെട്ടി ഫാർമേഴ്സ് ക്ലബ്ബ്, KSS ഇടവെട്ടി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. സമരസമിതി കൺവീനർ ജോൺ വി മാത്യു അധ്യക്ഷത വഹിച്ചു. ഇടവെട്ടി പഞ്ചായത്ത് 11-ാം വാർഡിൽ തെക്കുംഭാഗത്ത് ആരംഭിക്കുന്ന നിർദ്ദിഷ്ട പാറമടയ്ക്കെതിരെ കല്ലാനിക്കൽ റെസിഡൻസ് അസോസിയേഷൻ, ഇടവെട്ടി ഫാർമേഴ്സ് ക്ലബ്ബ്, KSS ഇടവെട്ടി എന്നിവയുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ 100 കണക്കിന് പരിസരവാസികൾ പങ്കെടുത്ത പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഭൂമിയെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ് പാറമടകളെന്നും സമീപവാസികൾക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്റെ ജീവിത പശ്ചാത്തല മേഖലയിൽ കടന്നു വന്ന് കോറികൾ പരിശോധിക്കുന്നതിന് സാഹചര്യമുണ്ടായപ്പോൾ പരാതിക്കാരൻ എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പിന്റെ പര്യടന ദിനം മാറ്റിവെച്ച് ആ വിഷയത്തിൽ ഞാൻ നിലനിന്നയാളാണ്. പക്ഷേ ഇത് സ്വിച്ചിട്ട് ഇടുന്നത് പോലെ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരെങ്കിലും ഏതെങ്കിലും ആക്ഷേപം എവിടെയെങ്കിലും ഉന്നയിക്കുന്നവർക്ക് ആക്ഷേപം ഒരു തുടർക്കഥ പോലെ ഉന്നയിക്കാം. പക്ഷേ ഈ ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ അച്ഛൻ മൈനിങ് ആൻഡ് ജിയോളജിയുടെ ഡയറക്ടറായിരുന്നാലും തുടങ്ങി വന്ന ഒരു പ്രസ്ഥാനം പൂട്ടിക്കുക എന്നുള്ളത് പിന്നെ കാലത്തിന്റെ ചക്രമണം കുറച്ചുകൂടി എടുക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന അനുഭവത്തിന്റെ സാക്ഷിയായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. നിരവധിയായ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ നൽകിക്കൊണ്ടാണ് മൈനിങ് പ്ലാൻ രൂപപ്പെടുത്തുന്നത്. നാട്ടിലെ പശ്ചാത്തല സൗകര്യങ്ങളെ തകർത്തുകൊണ്ട് ക്വാറികൾ പെരുകുമ്പോൾ മനുഷ്യജീവിതം സാധ്യമല്ലാതാകുകയാണ്. ജനവാസ കേന്ദ്രങ്ങളിലെ മൈനിങ് എതിർക്കപ്പെടേണ്ടത് തന്നെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമരസമിതി കൺവീനർ ജോൺ വി മാത്യു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അർഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കാരണവന്മാർക്കെല്ലാം നമുക്കൊക്കെ ആരോഗ്യ ഭീഷണിയായിരിക്കുന്ന ഈ മാഫിയയെ തുരത്തേണ്ടത് നമ്മുടെ എല്ലാം ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാം വിവിധങ്ങളായ രാഷ്ട്രീയ നിലപാടുകളിൽ പ്രവർത്തിക്കുന്നവരാണ്, വ്യത്യസ്ത ഇടങ്ങളിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ അതെല്ലാം അതിന്റെ ഇടങ്ങളിൽ മാറ്റിവെച്ചുകൊണ്ട് ഈ അതിജീവന പോരാട്ടത്തിൽ ആരും കാഴ്ചക്കാരായി മാറി നിൽക്കാതെ ഈ സമരത്തിൽ പങ്കാളികളും ആകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇടവെട്ടി പഞ്ചായത്ത് മെമ്പർമാരായ ഷീല ദീപു, അനീഷ ബാലൻ, പരിസ്ഥിതി പ്രവർത്തകൻ ജോസ് മുണ്ടയ്ക്കൽ, ബിജു ചിങ്ങംതോട്ടം, അനീഷ് തോട്ടുപുറം, ജയേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വിൻസെന്റ് പി ജോൺ, GB സെബാസ്റ്റ്യൻ, തോമസ് മാത്യു, ബിനോയ് സെബാസ്റ്റ്യൻ, ടെന്നി തോമസ്, റെജി പുത്തൻപുര എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ കഞ്ഞിക്കുഴിക്ക് സമീപം തള്ളക്കാനത്താണ് തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ച കാർ കത്തിനശിച്ചത്. വാഹനത്തിൽ 4 യാത്രക്കാർ ഉണ്ടായിരുന്നു. കാറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് യാത്രക്കാർ കാർ നിർത്തി പുറത്തേക്ക് ഇറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. തൃശൂർ പുതുക്കാട് നിന്ന് കഞ്ഞിക്കുഴിയിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയ തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് കഞ്ഞിക്കുഴിക്ക് സമീപം തുള്ളക്കാനത്ത് കത്തി നശിച്ചത്. വാഹനത്തിൽ ഒരു സ്ത്രീയടക്കം 4 യാത്രക്കാർ ഉണ്ടായിരുന്നു. കാറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് യാത്രക്കാർ കാർ നിർത്തി പുറത്തിറങ്ങിയതിനാൽ ദുരന്തം ഒഴിവായി. പ്രദേശവാസികളുടെ സംയോജിത ഇടപെടൽ മൂലം തീ പടരാതെ നിയന്ത്രിച്ചു. തൃശൂർ സ്വദേശി ലിജോ ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് കത്തി നശിച്ചത്. കഞ്ഞിക്കുഴി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
വിനോദസഞ്ചാര ഭൂപടത്തിൽ ലോകശ്രദ്ധ നേടിയ വാഗമണ്ണിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും പാഴ്വാഗ്ദാനമായി തുടരുന്നു. പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഒരു ബസ് സ്റ്റാൻഡ് പോലും ഇല്ലാത്തത് പ്രദേശവാസികളെയും സഞ്ചാരികളെയും ഒരുപോലെ ദുരിതത്തിലാക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വില്ലേജ് ഓഫീസിന് സമീപം ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളും റവന്യൂ വകുപ്പ് തടഞ്ഞതോടെ പദ്ധതി വീണ്ടും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ജനവാസം ആരംഭിച്ച വാഗമൺ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ടൂറിസം കേന്ദ്രമാണ്. എന്നാൽ ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് യാത്രക്കാരും നാട്ടുകാരും ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണുള്ളത്. കാലാകാലങ്ങളിൽ വന്ന പഞ്ചായത്ത് ഭരണസമിതികൾ പദ്ധതികൾ പ്രഖ്യാപിച്ചതല്ലാതെ യാഥാർത്ഥ്യമാക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതി ശക്തമാണ്. വികസന മുരടിപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർക്കിടയിൽ ഉയരുന്നത്. ഈ വാഗമൺ മേഖലയിൽ ബസ് സ്റ്റാൻഡ് ആവശ്യമെന്ന് പറയുന്നത് വളരെ കാലമായിട്ട് ജനങ്ങൾക്കുള്ളതാണ്. ഇവിടെ ഇപ്പം ഈ ബസ് സർവീസ് തുടങ്ങിയിട്ട് 60 കൊല്ലത്തോളം പഴക്കമുണ്ട് വാഗമണിലേക്ക് ബസ് സർവീസ് വരുന്നത്. അന്ന് മുതൽ ബസ് സ്റ്റാൻഡ് എന്നത് ജനങ്ങളുടെ ഒരാവശ്യമാണ്. അപ്പോൾ ഇതൊരു 15 കൊല്ലം മുമ്പ് ഈ സ്ഥലം ലീസിനെടുത്തായിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പാണ് വർക്ക് തുടങ്ങിയത്. പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പൂർത്തിയാക്കാൻ സാങ്കേതികമായ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എന്തായാലും നാട്ടിൽ ജനത്തിന് ബസ് സ്റ്റാൻഡ് ആവശ്യമാണ്. ആ ബസ് സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഈ സ്കൂൾ ജംഗ്ഷനിൽ വലിയ വിഷമം അനുഭവിക്കുന്നുണ്ട്. എല്ലാ ബസ്സുകളും കൂടെ വന്ന് ഇവിടെ തിരിക്കുന്നത്. ആ സമയത്താണ് സ്കൂൾ വിട്ട് കുട്ടികൾ വരുന്നത്. പിന്നെ ഈ മറ്റ് വാഹനങ്ങൾ ആകെ ഈ ജംഗ്ഷനിൽ ഒരു വലിയ തിരക്കും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാകുന്നുണ്ട്. ഇത് അടിയന്തരമായി പരിഹരിക്കേണ്ടതാണ്. നിലവിൽ ബസ് സ്റ്റാൻഡ് ഇല്ലാത്തതിനാൽ KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകൾ ടൗണിലെ ഇടുങ്ങിയ റോഡിലാണ് തിരിക്കുന്നത്. ഇത് നഗരത്തിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. റോഡരികിലെ അനധികൃത പാർക്കിംഗ് കൂടി ചേരുന്നതോടെ വാഗമൺ ടൗൺ പൂർണ്ണമായും ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണ്. കൃത്യമായ ഓട്ടോ സ്റ്റാൻഡ് പോലും ഇല്ലാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. ട്രാഫിക് ബ്ലോക്ക് സമയമാകുന്നുണ്ട്. ഇതേപോലെ ഒത്തിരി ബസ്സുകൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ വണ്ടി തിരിക്കാൻ സൗകര്യങ്ങളില്ലാത്ത ഒത്തിരി സർവീസ് നിന്നു പോയിട്ടുമുണ്ട്. സമയത്തിന് ഓടിയെത്താൻ പറ്റില്ല. ഇതേപോലെ ബസ് തിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇതൊക്കെ ഇവിടെ ഉണ്ട്. ബസ് തിരിക്കുമ്പോഴായാലും ഇവിടെ കാണുന്ന ഈ ഓട്ടോ സ്റ്റാൻഡ് അവിടെ വണ്ടി തിരിക്കാനുള്ള അനുവാദം ഇല്ലാതെത്താം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അവർ വണ്ടി തിരിച്ചിട്ട് പോലും അവിടെ തട്ടമുട്ട ഉണ്ടായാലും ഗവൺമെൻറ്റുമായിട്ട് നമ്മളൊരു കേസിന് അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങും. നെക്സ്റ്റ് വരുന്നത് നമുക്കേ ഉള്ളൂ. ഇത് പറയും നമ്മളിപ്പം ഈ തൊഴിലാളികളെ ഓട്ടോക്കാരെ കിട്ടുന്നത് 30 രൂപ കൊണ്ടായിരിക്കും ഇവിടെ ബാക്കി കാര്യം നടക്കുന്നത്. അതിനിടയ്ക്ക് തട്ടമുട്ട ഉണ്ടായാൽ നമുക്കിതിൻ്റെ പുറകെ ഒന്നും പറ്റാത്ത രീതിക്ക് നമ്മളിവിടെ കഴിഞ്ഞു പോകുന്നു. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് 2017-18 കാലഘട്ടത്തിൽ 40 ലക്ഷം രൂപ അനുവദിച്ചിരുന്നെങ്കിലും എസ്റ്റേറ്റ് ഉടമകളുമായുള്ള ഭൂമി തർക്കം മൂലം അത് പാളിപ്പോയി. തുടർന്ന് റവന്യൂ മന്ത്രി നേരിട്ടെത്തി വില്ലേജ് ഓഫീസിന് സമീപത്തെ ഭൂമി വിട്ടു നൽകിയെങ്കിലും കരാർ നടപടികൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ പഞ്ചായത്ത് വരുത്തിയ വീഴ്ച തിരിച്ചടിയായി. ഏറ്റവും ഒടുവിൽ ഇവിടെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ അനുമതിയില്ലാത്തതിനാൽ റവന്യൂ വകുപ്പ് പണി തടയുകയായിരുന്നു. അനുവദിച്ചതിലും കൂടുതൽ സ്ഥലത്ത് മണ്ണെടുത്തതും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും പദ്ധതിയെ വീണ്ടും നിയമക്കുരുക്കിലാക്കി. കഴിഞ്ഞ ഭരണസമിതി കാലത്ത് നമ്മുടെ വാഗമൺ ബസ് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഒരു 10 ലക്ഷം രൂപ അനുവദിക്കുകയുണ്ടായി. പക്ഷേ എന്നാൽ അത് പ്രോജക്റ്റ് എടുക്കുന്ന സമയത്ത് മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു തടസ്സം നേരിട്ടു. അപ്പം അതിൻ്റെ നിയമ നടപടികൾ കടന്ന് മാത്രമേ നമുക്ക് ആ ബസ് സ്റ്റാൻഡുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മണ്ണെടുക്കുന്ന ആവശ്യത്തിലേക്ക് നമ്മൾ ജിയോളജിക്ക് പേപ്പറുകൾ അയച്ചിട്ടുണ്ട്. ജിയോളജിയിൽ നിന്ന് പേപ്പർ വരുന്ന മുറയ്ക്ക് അതിൻ്റെ നിയമതടസ്സങ്ങളെല്ലാം മാറ്റി നമ്മൾ ബസ് സ്റ്റാൻഡ് അവിടെ നിർമ്മിക്കും. ഭരണസമിതികൾ അവസാന നിമിഷം നടത്തുന്ന കണ്ണിൽ പൊടിയിടൽ തന്ത്രങ്ങൾ മാറ്റി നിർത്തി നിയമ തടസ്സങ്ങൾ നീക്കിയെന്ന് ബസ് സ്റ്റാൻഡ് പൂർത്തിയാകുമെന്ന ചോദ്യത്തിന് അധികൃതർ കൃത്യമായ ഉത്തരം നൽകേണ്ടതുണ്ട്. വാഗ്ദാനങ്ങൾക്കപ്പുറം നാടിന്റെ ഈ ദീർഘകാല സ്വപ്നത്തിന് എന്നാണ് ജീവൻ വയ്ക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പുതിയ ഓഫീസ് കോംപ്ലക്സ് സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി ഇരിങ്ങാലക്കുട മണക്കാട്ടില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരി ഓഫീസ് കോംപ്ലക്സ് ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് TS രാജൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നിർമ്മാണ നിർവഹണം നടത്തിയ ആദിത്യ ബിൽഡേഴ്സിന് മൊമന്റോ നൽകി ആദരിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് കോംപ്ലക്സിന്റെ സമർപ്പണ ചടങ്ങ് നടന്നു. ക്ഷേത്രം തന്ത്രി ഇരിങ്ങാലക്കുട മണക്കാട്ടില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരി ഓഫീസ് കോംപ്ലക്സ് ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചു. സംഭവം നടത്താൻ സാധിച്ചതിൽ തന്നെയാണ്
അതിൽ പങ്കാളിയാവാൻ സാധിച്ചതിൽ ഞാനും സംതൃപ്തനാണ്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ടി എസ് രാജൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നിർമ്മാണ നിർവഹണം നടത്തിയ ആദിത്യ ബിൽഡേഴ്സിന് മൊമെന്റോ നൽകി ആദരിച്ചു. ക്ഷേത്രം മേൽശാന്തി പെരിയമന ദിലീപ് വാസുദേവൻ നമ്പൂതിരി, മേടങ്ങൽ മന ത്രിവിക്രമൻ നമ്പൂതിരി, ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി പി ജി രാജശേഖരൻ, ഖജാൻജി കെ എസ് വിജയൻ, മാനേജർ രാമചന്ദ്ര ശർമ്മ എന്നിവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിവിധ ഹിന്ദു സമുദായ സംഘടനകളും ക്ഷേത്ര കമ്മിറ്റികളും ചേർന്ന് വെള്ളിയാമ്പലത്ത് ഹിന്ദു മഹാസംഗമം നടത്തി. സംഗമത്തിന് മുന്നോടിയായി ഇളന്തേശത്ത് നിന്നും ആരംഭിച്ച ശോഭയാത്രയിൽ 11 സാമുദായിക സംഘടനയിൽപ്പെട്ടവർ അവരവരുടെ സംഘടനയുടെ കൊടിയുമേന്തി പങ്കെടുത്തു. തുടർന്ന് വെള്ളിയാമറ്റം ഭഗവതി ക്ഷേത്ര മൈതാനത്ത് ചേർന്ന ആധ്യാത്മിക സമ്മേളനം അമൃതാനന്ദമയി മഠം ശ്രീമദ് സ്വാമി വേദാമൃതാനന്ദപുരി ആധ്യാത്മിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ജി രവീന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ ഹിന്ദു സമുദായ സംഘടനകളും ക്ഷേത്ര കമ്മിറ്റികളും ചേർന്ന് വെള്ളിയാമറ്റത്ത് സംഘടിപ്പിച്ച ഹിന്ദു മഹാസംഗമം സനാതനം 2026 ആവേശമായി. ഹിന്ദുമതത്തിലെ ജാതീയത ഇല്ലാതാക്കി സമത്വവും സാഹോദര്യവും വളർത്തുകയാണ് സനാതനം 2026ന്റെ ലക്ഷ്യം. സംഗമത്തിന് മുന്നോടിയായി ഇളംദേശത്ത് നിന്നും ആരംഭിച്ച ശോഭായാത്രയിൽ 11 സാമുദായിക സംഘടനയിൽപ്പെട്ടവർ അവരവരുടെ സംഘടനയുടെ കൊടിയുമേന്തിയാണ് പങ്കെടുത്തത്. വിശ്വാസവും അനാചാരങ്ങളും പരസ്പര മത്സരവും എല്ലാം ചേർന്ന് ക്ഷയിച്ചുകൊണ്ടിരുന്ന കരുത്തുള്ളവരാക്കി മാറ്റുവാൻ തീവ്രയത്നം നടത്തിയ പണ്ഡിതോടൊപ്പം തുടങ്ങി എണ്ണമറ്റ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ധീരമായ വിപ്ലവ പോരാട്ടങ്ങളിലൂടെ നമുക്ക് ലഭിച്ച സമത്വവും സ്വാതന്ത്ര്യവും നിലനിർത്തുവാനും വരും തലമുറയ്ക്ക് കൈമാറുവാനും നമുക്ക് കടമയുണ്ട്. നാമെല്ലാം തുടർന്ന് വെള്ളിയാമറ്റം ഭഗവതി ക്ഷേത്ര മൈതാനത്ത് ചേർന്ന ആധ്യാത്മിക സമ്മേളനം അമൃതാനന്ദമയി മഠം ശ്രീമദ് സ്വാമി വേദാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. നാളെ നമുക്ക് ജീവിക്കണം, നമ്മുടെ കുടുംബങ്ങൾക്ക് ജീവിക്കണം, നമ്മുടെ മക്കൾക്ക് ജോലി ഉണ്ടാവണം, നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവണം, നമ്മുടെ ഗുരുപരമ്പരകൾക്ക് ആശ്രമങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാവണം. അതിനെ വളരെ ഭീഷണിയാകുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിൽ വലിയൊരു പ്രശ്നമായിരുന്നു നമ്മുടെ കേരളം. പ്രത്യേകിച്ച് ശബരിമല പ്രക്ഷോഭം, മറ്റ് പല പല വിഷയങ്ങളും നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും ഒക്കെ തന്നെ വികലമാക്കി കാണിക്കുകയും പല കലാലയങ്ങളിലും നമ്മുടെ ദേവതാ ബിംബങ്ങളെ പോലും അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു സാമാന്യമായ സഭ്യമായ രീതിയിലല്ലാതെ പോലും അത് പരസ്യമായിട്ട് അധിക്ഷേപിക്കാൻ തയ്യാറാവുന്ന ചില വിദ്യാർത്ഥി സംഘടനകളും സമൂഹത്തിലേക്ക് നമ്മൾ കാണുകയുണ്ടായി. ഇത് ക്രിസ്തീയ മതത്തിൽ അവരുടെ വിശ്വാസങ്ങളെ ഏതെങ്കിലും തരത്തിൽ അതിനെ മോശമായിട്ട് ചിത്രീകരിച്ചാൽ ഇവിടെ ഒരു ഗവൺമെന്റിന് പോലും നിലനിൽപ്പുണ്ടാവില്ല. സ്വാഗത സംഘം ചെയർമാൻ ജി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജാതീയത വെടിഞ്ഞ് ഹിന്ദു സമൂഹം ഒരുമിക്കേണ്ട സമയം അതിക്രമിച്ചെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേരള വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠധീശ്വർ ശ്രീമദ് ദണ്ഡി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ധർമ്മത്തെ അനുസരിച്ച് ജീവിക്കുവാൻ ഓരോ ഹിന്ദു കുടുംബവും തയ്യാറാകണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ചടങ്ങിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു. വിവിധ ഹിന്ദു സമുദായ സംഘടന പ്രതിനിധികൾ, ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ഭരണം അതാത് ക്ഷേത്രങ്ങളുടെ വിശ്വാസികളെ ഏൽപ്പിക്കുകയും ക്ഷേത്ര വരുമാനം വിശ്വാസികൾക്ക് ഉപകാരപ്രദമായി വിനിയോഗിക്കുകയും ചെയ്യുക, ശബരിമലയിൽ അരയ വിഭാഗത്തിന് നേരത്തെ ഉണ്ടായിരുന്ന അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കുക എന്നീ സുപ്രധാന പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ആത്മീയ സമ്മേളനത്തിന് ശേഷം മാതൃകാ ഹിന്ദു കുടുംബം എന്ന വിഷയത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബിജു പ്രഭാഷണം നടത്തി. സ്വാഗത സംഘം ജനറൽ കൺവീനർ ബിജു കുറിഞ്ഞാങ്കൽ, ജോയിന്റ് കൺവീനർ മുരളി പത്മാലയം, കോർഡിനേറ്റർ അനിൽകുമാർ വെള്ളിയാമറ്റം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വെള്ളിയാമറ്റം.
താഴുകൾക്കായി എക്സ്ക്ലൂസീവ് ശേഖരവുമായി തൊടുപുഴയിൽ ദ ലോക്ക് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ മുതലക്കോടം ജീസസ് ടവറിൽ ആരംഭിച്ച ലോക്ക് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം പി ജോസഫ് MLA നിർവഹിച്ചു. ഭവനത്തിനാണെങ്കിലും മറ്റു സ്ഥാപനങ്ങളുടെ ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് താഴുകൾ. അതുകൊണ്ട് തന്നെ താഴുകളുടെ അതിന് വിപുലമായ ശേഖരം ഒരുക്കുകയാണ് സിംപ്ലക്സ് ഹോം സൊല്യൂഷൻ. ദ ലോക്ക് സ്റ്റുഡിയോ എന്ന പേരിൽ തൊടുപുഴ മുതലക്കോടത്താണ് ഷോറൂം ആരംഭിച്ചിരിക്കുന്നത്. മുതലക്കോടം ജീസസ് ടവറിൽ പ്രവർത്തനം ആരംഭിച്ച ദ ലോക്ക് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം പി ജോസഫ് MLA നിർവഹിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ കെ ദീപക് അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ദ ലോക്ക് സ്റ്റുഡിയോ മാനേജിംഗ് പാർട്ണർ സിന്ധു ഷിബു, മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി CK നവാസ്, സീനിയർ ബിസിനസ് കൺസൾട്ടന്റ് ബൈജു ജോൺ എന്നിവർ ആശംസകൾ നേർന്നു. ആർക്കിടെക്ചറൽ ഹാർഡ്വെയർ, ഇലക്ട്രോണിക്സ്, ലോക്സ്, മോഡുലർ കിച്ചൺസ്, പ്ലൈവുഡ്സ്, ലാമിനേറ്റ്സ്, മൈക്ക, WPC, PVC ബോർഡുകൾ, മൾട്ടിവുഡ്, CCTV ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റംസ് തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ദ ലോക്ക് സ്റ്റുഡിയോ മുതലക്കോടത്ത് ജീസസ് ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഹോം ഇന്റീരിയറുമായി ബന്ധപ്പെട്ട് ആർക്കിടെക്ചറൽ ഡോർ ഹാർഡ്വെയർ, ഡെക്കറേറ്റീവ് ഹാർഡ്വെയർ, കിച്ചൺ ക്യാബിനറ്റ്സ്, കിച്ചൺ അക്സസറീസ്, CCTV ക്യാമറാസ്, പ്ലൈവുഡ്സ്, ലാമിനേറ്റ്സ്, മൈക്ക, WPC ആൻഡ് PVC ബോർഡ്സ് എല്ലാ സൗകര്യങ്ങളും കസ്റ്റമർക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു.
അനുപമ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KM ബാബുവിനെയും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെയും ആദരിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കർ, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബേദ സുബേർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റജി, ബ്ലോക്ക് പഞ്ചായത്ത് കാളിയാർ ഡിവിഷൻ മെമ്പർ സണ്ണി കളപ്പുര, വണ്ണപ്പുറം ഡിവിഷൻ മെമ്പർ ജൈനമ ജോസ്, വണ്ണപ്പുറം പഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ അജിത ദിനേശൻ എന്നിവർക്കാണ് ആദരവ് നൽകിയത്. തൊടുപുഴ ട്രോണിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിൽ 2024-2026 ബാച്ച് ഓട്ടോമൊബൈൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിച്ചു. 40 പരം വിദ്യാർത്ഥികൾക്ക് വിവിധ കമ്പനികളിൽ ജോലി ലഭിച്ചു. ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ പ്രോജക്ട് വർക്കിന്റെ ഭാഗമായി നിർമ്മിച്ച ഇലക്ട്രിക് വെഹിക്കിൾ, മിനി സൂപ്പർ ബൈക്ക് എന്നിവ ഓട്ടോബാൻ റീജിയണൽ മാനേജർ രാഹുൽ പിന്റോ എന്നിവർ ചേർന്ന് നിരത്തിലിറക്കി. തൊടുപുഴ ട്രോണിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിൽ 2024-2026 ബാച്ച് ഓട്ടോമൊബൈൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിച്ചു. 40-ലധികം വിദ്യാർത്ഥികൾക്ക് വിവിധ കമ്പനികളിലാണ് ജോലി ലഭിച്ചത്. ഞങ്ങൾ പറയുന്നത് തിരിച്ചാണ് പറയുന്നത്. ആദ്യം പരീക്ഷ പാസ്സാകാൻ പോകണം, രണ്ടാമത് നമ്മളൊരു ജോലി കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം ഈ 2 കേസും നിങ്ങളുടെ ഫസ്റ്റ് ഇയർ എക്സാം എല്ലാം കഴിഞ്ഞു, എല്ലാവരും തന്നെ പാസ്സായിട്ടുണ്ട്. ഞങ്ങളുടെ സെക്കൻഡ് ഇയർ എക്സാം നടക്കാൻ പോകുന്നു. അത് നമുക്കൊരു മെയ് ജൂൺ മാസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിന് മുമ്പേ തന്നെ എല്ലാ കുട്ടികൾക്കും ജോലി കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ഈ പ്ലേസ്മെന്റ് ഡ്രൈവുകൾ സംഘടിപ്പിക്കുന്നത്. ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ പ്രോജക്ട് വർക്കിന്റെ ഭാഗമായി നിർമ്മിച്ച ഇലക്ട്രിക് വെഹിക്കിൾ, മിനി സൂപ്പർ ബൈക്ക് എന്നിവ നിരത്തിലിറക്കി. ഓട്ടോബാൻ റീജിയണൽ മാനേജർ രാഹുൽ പിന്റോ എന്നിവർ ചേർന്നാണ് വാഹനങ്ങൾ നിരത്തിലിറക്കിയത്. ഇത് എഞ്ചിൻ വരുന്നത് ഹീറോ ഹോണ്ട പാഷൻ പ്ലസിൽ ജേഴ്സായിട്ട് വരും. പല വണ്ടിയുടെ പാർട്സുകൾ കൊണ്ട് നിർമ്മിച്ചാണ് വണ്ടിയാണ്. എഞ്ചിൻ വരാൻ നേരത്ത് ഹീറോ ഹോണ്ടയുടെ ഓൾഡ് ആക്ടിവയുടെ എഞ്ചിനായിട്ട് വരും ഈ വണ്ടിയുടെ. പിന്നെ ഹാൻഡിലും ഹെഡ്ലൈറ്റും വേറെ വണ്ടിയുടെ കവാസക്കി എഫ്സി, ഇത് കവാസക്കിയുടെ ടാങ്ക്, സീറ്റ് നമ്മൾ സ്വന്തമായിട്ട് കസ്റ്റം ചെയ്താണ് സീറ്റ്. അങ്ങനെയൊക്കെ കൂടി നിർമ്മിച്ചാണ് വണ്ടിയാണത്. ഇങ്ങനൊരു ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോഴത്തേനും ഒരു 2 ആഴ്ച 1 മാസം ആക്കി. 1 മാസം അടുത്തായി. ഇത് പണ്ട് മുതലേ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിക്ക് ഉണ്ടാക്കിയതാണ്. നമുക്ക് സെക്കൻഡ് ഇയറിൽ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളിങ്ങനെ ഒരു ആശയം പറഞ്ഞായിരുന്നു. നമുക്കൊരു മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻകാരും ഉണ്ടാക്കിയ പോലെ തന്നെ നമുക്കൊരു സ്വന്തമായിട്ടൊരു ബഗ്ഗി പോലെ ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവരും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻകാരുണ്ടാക്കുന്നതിന് ഒരു വെറൈറ്റി ആയിട്ട് ബഗ്ഗി വേണ്ട എന്ന് നമ്മൾ തന്നെ ഓണായിട്ട് ചെയ്സ് ഉണ്ടാക്കി അതിൽ നിന്ന് പെട്രോൾ എഞ്ചിൻ മറ്റൊരു EV, ആദ്യമായിട്ടൊരു EV കോൺസെപ്റ്റ് നമ്മളാണ് കൊണ്ടുവന്നത്. പിന്നെ ഇതിലെ എല്ലാം തന്നെ നമ്മൾ സോഴ്സ് ചെയ്താണ്. ബാക്കി ഇൻഫർമേഷൻസ് എല്ലാം ഓൺലൈൻ വഴി നമ്മൾ കളക്ട് ചെയ്തു. ബാക്കി ഇതിൻ്റെ അകത്തുള്ള ഓരോ പാർട്സും നമ്മളായിട്ട് വെൽഡ് ചെയ്തും കട്ട് ചെയ്തും ഒക്കെ നമ്മൾ കസ്റ്റം ചെയ്തെടുത്താണ്. പിന്നെ ഇതിൻ്റെ പാർട്സ് എന്ന് പറയാനായിട്ട് ഏറ്റവും നമ്മൾ 800-ന്റെ സ്റ്റിയറിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മോട്ടർ കൊടുത്തിട്ടുണ്ട്, അത് അപ്പോഴേ ഡിഫറൻഷ്യലിലേക്ക് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. പ്ലാറ്റ്ഫോം എല്ലാം നമ്മളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പുതുക്കിയ സിലബസ് അനുസരിച്ച് ഇവരുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ പഠനമായിട്ട് ബന്ധപ്പെട്ടൊരു എൻ്റെ ഭാഗമാണിത്. അപ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഏകദേശം 2-3 മാസത്തോളം എടുത്തിട്ടാണ് ഇങ്ങനെയൊരു പ്രോജക്റ്റ് ഇവിടെ തയ്യാറാക്കിയത്. അപ്പോൾ അത് പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുത്ത അധ്യാപകരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പ്രിൻസിപ്പൽ ഷിബു കുര്യൻ, അധ്യാപകരായ അജിത് കുമാർ, എബിൻ ജോസഫ്, ബൈജു ജോസഫ്, ശാലിനി വിജയൻ, ബാബു ദാമോദരൻ, സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
സ്നേഹവീട് പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നടത്തി. ലയൺസ് ഇന്റർനാഷണൽ 318C റീജിയൻ ചെയർപേഴ്സൺ സൈജൻ സ്റ്റീഫൻ താക്കോൽ ദാനം നിർവഹിച്ചു. കരിമണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂർ ലയൺസ് ക്ലബ്ബ്, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും പടിഞ്ഞാറയിൽ കുടുംബത്തിന്റെയും സഹകരണത്തോടെയാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിർധന കുടുംബങ്ങൾക്ക് വീട് പണിത് നൽകുന്ന സ്നേഹവീട് പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നടത്തി. ലയൺസ് ഇന്റർനാഷണൽ 318C റീജിയൻ 5 ചെയർപേഴ്സൺ സൈജൻ സ്റ്റീഫൻ MJF താക്കോൽ ദാനം നിർവഹിച്ചു. കരിമണ്ണൂർ ലയൺസ് ക്ലബ്, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും പടിഞ്ഞാറയിൽ കുടുംബത്തിന്റെയും സഹകരണത്തോടെ സൗജന്യമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറാൻ കഴിഞ്ഞത് റീജിയണൽ ചെയർമാൻ എന്ന നിലയിൽ അഭിമാനകരമായ നിമിഷമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കരിമണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് റിൻഡോ ചാണ്ടി, സെക്രട്ടറി ബെറ്റ്സൺ ജോയ്, ട്രഷറർ മാത്യു വരിക്കാശ്ശേരി, മേഖലാ സെക്രട്ടറി ജോയി അഗസ്റ്റിൻ, ക്ലബിലെ മുഴുവൻ അംഗങ്ങൾ, സോൺ ചെയർപേഴ്സൺ ഡോക്ടർ പ്രേംകുമാർ കാവാലം, മെമ്പർ ഷൈനി ബിനോയ്, ഈ പുണ്യകർമ്മത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടീം അംഗങ്ങൾ, പടിഞ്ഞാറയിൽ കുടുംബാംഗങ്ങളായ PT ജോസ്, വിൽസൺ എന്നിവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും യോഗത്തിൽ ലയൺസ് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കരിമണ്ണൂർ പഞ്ചായത്ത് പന്നൂർ 9ാം വാർഡ് ഗ്രാമസഭ നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ JC സണ്ണി അധ്യക്ഷത വഹിച്ചു. ഗ്രാമസഭയിൽ പദ്ധതി രൂപീകരണം സംബന്ധിച്ച് വിശദമായ ചർച്ച നടന്നു. കരിമണ്ണൂർ പഞ്ചായത്ത് പന്നൂർ 9ാം വാർഡ് ഗ്രാമസഭ പന്നൂർ NSS UPSൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ നാട്ടില് കാരുണ്യം അർഹിക്കുന്ന ആളുകൾ, അവർക്ക് പരസ്പര സഹായത്തിലൂടെ നമ്മൾ കൈത്താങ്ങാകണം. ഇവിടെ ജയിച്ചു പോകുന്ന മെമ്പർമാർ അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമല്ല ജനാധിപത്യം. ആണെങ്കിൽ ഞങ്ങളെല്ലാം തോന്നിയ പോലെ പദ്ധതി നിർവഹണം നടത്തി ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വഴങ്ങി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും. ഇപ്പോൾ ജയിപ്പിച്ചു വിട്ടാലും വീണ്ടും ഇത്തരത്തിൽ 3 മാസം കൂടുമ്പോൾ കൂടി കാര്യങ്ങൾ വിലയിരുത്തി നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ രൂപപ്പെടുത്തുന്ന സംവിധാനമാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സൃഷ്ടിച്ചെടുത്ത ആളുകളുടെ വലിയ ഉദ്ദേശവും ശുദ്ധിയും ആണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പഞ്ചായത്ത് തലത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് കൂടുന്നു, സ്പെഷ്യൽ ഗ്രാമസഭകൾ വികലാംഗർക്ക് ഒരു കൂട്ടം SC/ST വിഭാഗങ്ങൾക്ക് കൂടുന്നു. അവിടെയെല്ലാം വരുന്ന നിർദ്ദേശങ്ങൾ, അതിനുശേഷം നമ്മൾ ഗ്രാമസഭകൾ കൂടുന്നു. ഗ്രാമസഭകൾ കൂടിയതിന് ശേഷം തീർച്ചയായിട്ടും വീണ്ടും വികസന സെമിനാർ എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് നമ്മൾ കിടക്കും. അതിനുശേഷമാണ് പദ്ധതിയുടെ രൂപവൽക്കരണം നമ്മൾ നടത്തുന്നത്. അപ്പോൾ വലിയൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നിശ്ചയമായിട്ടും നമുക്ക് ഭരണഘടനാനുസൃതമായി പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലിന്റെ അടിസ്ഥാനത്തിൽ നിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. വാർഡ് മെമ്പർ JC സണ്ണി അധ്യക്ഷത വഹിച്ചു. മുൻ മെമ്പറും ആസൂത്രണ സമിതി അംഗവുമായ AN ദിലീപ് കുമാർ, കോർഡിനേറ്റർ ഷാമിന, ജിൻസി എന്നിവർ പ്രസംഗിച്ച് പദ്ധതി രൂപീകരണം സംബന്ധിച്ച് വിശദമായ ചർച്ച നടന്നു. നിരവധി വ്യക്തികൾ ഗ്രാമസഭയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDFൽ ഉഭയകക്ഷി ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PG ജോസഫ് MLA. യഥാർത്ഥ കേരള കോൺഗ്രസ് ഒന്ന് മാത്രമാണെന്നും അത് ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത കേരളത്തിനൊപ്പം വികസിത മൂന്നാർ എന്നതും BJPയുടെ ലക്ഷ്യമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിൽ ആരംഭിക്കുന്ന നിർദ്ദിഷ്ട പാറമടയ്ക്കെതിരെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ കഞ്ഞിക്കുഴിക്ക് സമീപം തള്ളക്കാനത്താണ് തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ച കാർ കത്തിനശിച്ചത്. വിനോദസഞ്ചാര ഭൂപടത്തിൽ ലോകശ്രദ്ധ നേടിയ വാഗമണിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും പാഴ് വാഗ്ദാനമായി തുടരുന്നു. പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഒരു ബസ് സ്റ്റാൻഡ് പോലും ഇല്ലാത്തത് പ്രദേശവാസികളെയും സഞ്ചാരികളെയും ഒരുപോലെ ദുരിതത്തിലാക്കുകയാണ്.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.